കഴിഞ്ഞ മാസം 16-ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈമാറേണ്ട പുനർഗേഹം ഭവന സമുച്ചയ പദ്ധതിയുടെ നിർമ്മാണം പകുതി പോലുമായില്ല. കരാറുകാരന് 1 വർഷം കൂടി നീട്ടി നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ ശുപാർശ. 18 കരാർ കാലാവധി നൽകിയിട്ടും നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയത് വെറും 16% മാത്രം. ഉടൻ വീട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന കുടുംബങ്ങൾ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലും. പണം ലഭിച്ചില്ലെന്നും മഴയും നിർമ്മാണ സാമഗ്രികൾ കിട്ടാത്തതും തിരിച്ചടിയായെന്നും കരാറുകാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിനു മുൻപ് ഇടക്കാല ബില്ല് പാസായില്ലെന്ന കാരണത്താൽ നിർമ്മാണം നീട്ടരുതെന്ന് സർക്കാർ ചട്ടമുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ഹാർബറിൽ നടക്കുന്ന മറ്റു പദ്ധതികൾക്കൊന്നും മഴയും മെറ്റീരിയൽ ലഭിക്കാത്ത കാരണവും പ്രവർത്തികൾക്ക് തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഈ പദ്ധതിക്ക് മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക പരിഗണന. 10 കോടി രൂപയാണ് ഭവന സമുച്ചയത്തിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇല്ലാത്ത പ്രകൃതി ദുരന്തം ചൂണ്ടിക്കാട്ടി കരാറുകാരൻ നൽകിയ കത്ത് ഉദ്യോഗസ്ഥർ അതേപടി സ്വീകരിച്ചത് വിവാദമായിരിക്കുകയാണ്. കരാറുകാരന് പിഴ ചുമത്താനോ പുതിയ കരാർ നൽകാനോ നിർദ്ദേശങ്ങളുണ്ടായില്ല. എഇയും എഎക്സിയും നൽകിയ റിപ്പോർട്ടിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. NCV ന്യൂസ്, പൊന്നാനി. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.